الذين يؤمنون بالغيب ويقيمون الصلاة. ഒന്ന് ഈമാനാണ്, രണ്ടാമത് സൽക്കർമ്മമാണ്. അല്ലാഹു പരിചയപ്പെടുത്തുന്നു വയുഖീമൂന സലാത്ത്. സൽക്കർമ്മങ്ങൾ ചെയ്യലാണ്, നമസ്കാരം നിലനിർത്തലാണ്, നമസ്കാരം നിർവഹിക്കലാണ്. ആ നമസ്കാരം നിലനിർത്തുന്നവന്, നമസ്കാരം നിർവഹിക്കുന്നവന്, നമസ്കാരത്തെ കൃത്യമായി പാലിക്കുന്നവൻ. അല്ലാഹു പറയുന്നു, വിശദീകരിക്കണ്ടല്ലോ. മൂന്നാമതല്ല പറയുന്നു, ഈമാൻ സൽക്കർമ്മങ്ങളും മാത്രം പോരാ മനുഷ്യ, ഈമാൻ നിനക്കുണ്ട്, അതുപോലെ നിസ്കാരം കൃത്യമാണത് മാത്രം പോരാ. നീ പള്ളിക്കകത്ത് നിസ്കരിക്കുമ്പോ, നീ വീട്ടിൽ നിസ്കരിക്കുമ്പോ, നിന്റെ അയൽവാസികളായി നിന്റെ വീടിന്റെ 4 ഭാഗത്ത് 40 വീടുകളിൽ ആരെങ്കിലും പുര നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, അവരുടെ കാര്യം കൂടി പരിഗണിച്ചില്ലെങ്കിൽ നിനക്ക് എന്ത് സ്വർഗം? അങ്ങനെ പ്രതീക്ഷയുണ്ടോ നമുക്ക്? നമ്മളൊക്കെ ഇപ്പൊ കരുതിക്കുന്നത് എന്താണ്? കൃത്യമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കും, നേരെ വീട്ടിലോട്ട് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കൂല. കാരണം തലയൊന്നും അനക്കാതെ നേരെ പള്ളിയിൽ അവിടെ പോയി നിസ്കാരം, സുന്നത്ത് നിസ്കാരം ശേഷവും മുമ്പും ഒക്കെ നിസ്കരിച്ച് തസ്ബീഹൊക്കെ ചൊല്ലി കുറച്ച് ഖുർആനൊക്കെ ഓതി നേരെ പള്ളിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരും. വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടില്ല. നമ്മൾ പറയും, എന്തൊരു മനുഷ്യനാണ്, ഓ അയാളെ പോലെ നല്ലൊരു മനുഷ്യനില്ലല്ലോ. തൊട്ടപ്പുറത്തെ വീട്ടില് എത്രയോ ദിവസം കൊണ്ട് പട്ടിണിയാണ്, ഇയാള് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ. ഈ പട്ടിണി കിടക്കുന്ന മുസ്ലിം ആകണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്ക്, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവന് പട്ടിണി കിടക്കുമ്പോൾ അവന് പൊട്ടുതൊട്ട അമ്മയുടെ മകനാകട്ടെ, കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകനാകട്ടെ, തട്ടമിട്ട ഉമ്മയുടെ മകനാകട്ടെ, ആരാണെങ്കിലും അവന്റെ വിശപ്പിന്റെ വിളിയാളം കേട്ടിട്ട് നീ അപ്പുറത്ത് കൈയുയർത്തി പിടിച്ചു നിന്നാൽ നിനക്ക് സ്വർഗം കിട്ടൂല, ഒരു സംശയവും വേണ്ട. നാളെ അള്ളാഹ് ചോദിക്കുന്നത് എന്താ? എടാ നീ നിസ്കാരമൊക്കെ നിർവഹിച്ചു ശരിയാ, പക്ഷേ ഞാൻ വിശന്ന് നിന്നപ്പോ നീ എനിക്ക് ശാപ്പാട് തരാത്തെന്താ? അപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ഓർമ്മ വരും. ചോദിക്കുന്ന, അല്ലാഹുവേ നീ റബ്ബുൽ ആലമീനല്ലേ, നിനക്ക് വിശക്കുവോ? നീയല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, പിന്നെ നിനക്കെന്താ വിശപ്പ്? അല്ലാഹ് പറയുന്ന, മോനെ നിന്റെ വീടിന്റെ ഇപ്പുറത്തുള്ളവൻ പട്ടിണി കിടന്നപ്പോ നീ അവന് ഒരു പൊതി ചോറ് കൊടുത്തോ? ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തോ? ഇല്ലല്ലോ. അങ്ങനാണെങ്കിൽ നീ എന്നെ അവിടെ എത്തിക്കാൻ നിനക്ക് കഴിയുമായിരുന്നല്ലോ എന്ന്. ഇന്നിപ്പോ ആളുകളൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ശരിക്കും അൽഹംദുലില്ലാ, ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പാലിയേറ്റീവ് ആണ്, ചാരിറ്റിയാണ്, ആളുകളെ സഹായിക്കലാണ്. ഇഷ്ടംപോലെ ചെറുപ്പക്കാർ ഈ തൊട്ടടുത്ത പാലക്കാട് ജില്ലയിലാണ് എന്റെ പ്രിയ സുഹൃത്ത് ഫിറോസ്, അതുപോലെ പല പല സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾ നന്നായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. അതിനിടയിൽ പല കള്ളനാണയങ്ങളും ഉണ്ടെന്നും മാത്രം. ഇന്ന ചില ആളുകളുണ്ട്, അവരെന്താണെന്നറിയോ, ഈ അടുത്ത സമയത്ത് ഒരു കാർട്ടൂൺ തന്നെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി. എന്താണ്? ഇങ്ങനെ ദൂരദർശിനി വെച്ച് 4 ഭാഗത്തേക്ക് നോക്കുകയാണ്, പാവങ്ങളുണ്ടോ കുറച്ച് ഭക്ഷണം കൊടുക്കാൻ. ദൂരദർശിനി വെച്ചിട്ട് ഇങ്ങനെ 4 ഭാഗത്ത് നോക്കുകയാണ്. എവനാണെങ്കിലോ തിന്നിട്ട് കൊടവയറൊക്കെ ഇങ്ങനെ ഇറങ്ങിയ മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ദൂരദർശിനി വെച്ചിട്ട് 4 ഭാഗത്ത് നോക്കുന്നു, ആളുകളുണ്ടോ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അപ്പോഴും എവന്റെ കൊടവയറിന്റെ താഴെ ഭിക്ഷാപാത്രം കൊണ്ട് കുഞ്ഞു മക്കൾ നിൽക്കുക. യവന്റെ ഈ വലിയ വയറ് കാരണം അത് കാണാൻ പറ്റുന്നില്ല. യവന്റെ വലിയ വയറ് കാരണം ഈ കുട്ടികളെ താഴെ നിൽക്കുന്ന കാണാൻ പറ്റുന്നില്ല. അപ്പോൾ യവൻ നോക്കുന്നത് എന്താണ്? അങ്ങ് ഫലസ്തീനിൽ, അങ്ങ് അഫ്ഗാനിൽ, അങ്ങ് പിന്നെ മറ്റു ഭാഗങ്ങളിൽ ആളുകൾ പട്ടിണി കിടക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല. തൊട്ടപ്പുറത്ത് കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ ഇവര് മനസ്സില്ല. പിന്നെ എങ്ങനെയാണെങ്കിൽ അഫ്ഗാനി കൊണ്ട് കൊടുക്കുന്നത്? അപ്പൊ യവൻ ആളാകണം, ഇതല്ലേ താല്പര്യം? അതുകൊണ്ട് സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നമുക്ക് മുത്തഖിയാകാനുള്ള വഴിയാണ്. 1 ഗൈബ് കൊണ്ട് വിശ്വസിക്കുക, 2 നിസ്കാരം നിലനിർത്തുക, 3 അള്ളാഹു പറയുന്നു. ഈ പറയുന്ന 4-5 വിശേഷണം ഉണ്ടെങ്കിലേ നമുക്ക് ഖുർആൻ ഇമാമാവുകയുള്ളൂ. നാളെ ഖബറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇമാമുക്കാന്ന് ചോദിക്കുമ്പോ പള്ളിയിലെ ഉസ്താദിന്റെ പേര് പറഞ്ഞ 10 ഇടി അധികം കിട്ടും. അള്ളാഹ് കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഇമാമി എന്ന് പറയണമെങ്കിൽ ഈ 5 വിഭാഗത്തിൽ സദഖയുടെ കാര്യം ഞാൻ ബക്കറ്റ് ഒന്നല്ല കൊണ്ടുവരും. ഇന്നും നാളെയും കൂടെ 2 പരിപാടിയേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ നമുക്ക് വേറെ കളക്ഷൻ വലുതായിട്ടൊന്നുമില്ല. പിന്നെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ കട്ടില്, നല്ല കട്ടിലാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്
നമ്മുടെ സംഘാടകര് വളരെ പാടുപെട്ട് ഇൻഷാ അല്ലാഹ് ഈ പരിപാടി മജ്ലിസുൻ നൂറിന്റെ വാർഷികവുമാണ്. അത് മാത്രമല്ല നമ്മുടെ സംഘാടകര് വേറെ ഉദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ വലിയ സമ്പന്നരൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ മനസ്സിൽ ഒരു നിയത്താക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ മൈക്കിന് ലൈറ്റിനൊക്കെ ആവശ്യമായ പൈസ നിങ്ങൾ കൊടുക്കണം. ഒരു 10-35,000 രൂപ ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു ദിവസം. ഈ ബക്കറ്റ് ചെറിയ ബക്കറ്റ്, ചെറിയ സംഘാടകരുമാണ്, ചെറിയ ബക്കറ്റുമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്തായിരുന്നാലും വലിയ നോട്ടിട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കവർ ഇൻഷാ അല്ലാഹ് ഇന്ന് തരും. ആ കവർ ഇന്ന് നിങ്ങൾക്ക് തരുമ്പോ അതിൽ നല്ല എഴുതാൻ പറ്റുന്ന കവറല്ലേ? അപ്പൊ എഴുതാൻ പറ്റുന്ന കവറാ. അപ്പൊ ആ കവറിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി നാളെ അവിടെ ഏൽപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട വല്ലപ്പുഴ തങ്ങൾ ദുആ ചെയ്യും. പിന്നെ വരുമ്പോ കവർ ഓപ്പൺ കവറാണ്, അതിനകത്ത് ഒരു ചെറിയ സ്പേസ് ഉണ്ടാവും. നിങ്ങൾ നല്ല ഒരു സ്വതക്ക 500 രൂപ കുറയാത്തൊരു സ്വതക്ക അതിനകത്ത് കരുതി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ സംഘാടകരെ ഏൽപ്പിക്കണം. അല്ലാഹു ജാരിയായ സ്വതക്ക ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ ഉള്ളു സഹോദരങ്ങളെ, നമുക്കിതൊക്കെ ഉള്ളു. ഈ കൊടുക്കുന്നത് മാത്രമേ നമുക്കുള്ളൂ, ബാക്കി ഒന്നും നമുക്ക് ഉണ്ടാവൂല. ഈ ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സദഖ, ഞാനൊരു ഹദീസ് പറയട്ടെ, ശ്രദ്ധിച്ച് കേട്ടോളണേ, ശ്രദ്ധിച്ച് കേട്ടോളി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകാവകാശികളെ വരി വരിയായി നിരനിരയായി നിർത്തിയിരിക്കുകയാണ്. നരകാവകാശികളുടെ നിരനിരയായി നിർത്തിയിരിക്കുമ്പോൾ സഹോദരങ്ങളെ, അതിന്റെ മുമ്പിലൂടെ സ്വർഗാവകാശികളെ അല്ലാഹുവിന്റെ മലായികത്തുകൾ ആനയിച്ചു കൊണ്ടുപോവുകയാ. ശ്രദ്ധയോടെ കേൾക്കണേ സഹോദരങ്ങളെ. പൈസ ഇടുമ്പോഴും ശ്രദ്ധ ഇങ്ങോട്ട് വേണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, ശ്രദ്ധിച്ച് കേട്ടോളി. നരകത്തിന്റെ ആളുകളെ ഇങ്ങനെ വരിയായിട്ട് നിർത്തിയിരിക്കാൻ. അപ്പൊ നരകത്തിന്റെ ആളുകൾ ഇങ്ങനെ നിർത്തിയിരിക്കുമ്പോ അവരുടെ അടുത്തൂടെ സ്വർഗത്തിന്റെ ആളുകളെ ഇങ്ങനെ കൊണ്ടുപോവാൻ. ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, മാലിക് എന്ന മലക്കിന്റെ പിന്നിൽ നരകത്തിൽ പോകാനുള്ളവർ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ. അവരെ ഇനി നരകത്തിലേക്ക് കൊണ്ടുപോകണ ജോലിയേ ഉള്ളൂ. യുസഫു അഹ്ലിന്നാർ, നരകാവകാശികളെ ഇങ്ങനെ വരിയായി നിർത്തിയിരിക്കും. അതിനടുത്തുകൂടി സ്വർഗത്തിന്റെ അവകാശികളെ റിദ്വാൻ എന്ന മലക്ക് ഇങ്ങനെ കൊണ്ടുപോകും. വരി വരിയായി സ്വർഗത്തിന്റെ ആളുകൾ ഇങ്ങനെ പോവാൻ. അങ്ങനെ ഒന്ന് സങ്കല്പിക്കും. ആ സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതര് പറയാൻ, ഈ നരകത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട വരിയിൽ നിൽക്കുന്നതിൽ ഒരാള് ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളിൽ ഒരുത്തന്റെ കയ്യിൽ കയറി പിടിക്കും. കയ്യിൽ കയറി പിടിക്കും. അവൻ വലിയ ജാടയിലും അഹങ്കാരത്തിലും. അഹങ്കരിക്കാണ്ടല്ലോ, ഇനിയിപ്പോ അഹങ്കരിച്ചിട്ട് എന്താ കുഴപ്പം? സ്വർഗം കിട്ടിയ പിന്നെ അഹങ്കരിക്കാൻ വയ്യാത്തെന്താ? അപ്പൊ യവൻ ഈ കയ്യിൽ പിടിച്ചവനോട് ചോദിക്കും, എന്താടാ? അപ്പൊ യവൻ തിരിച്ചു ചോദിക്കും, നിനക്കറിയില്ലേ ഒരു ദിവസം നിനക്കൊരു ചായ വാങ്ങി തന്നവനെ നീ മറന്നു? സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം നിനക്ക് കുടിക്കാൻ വെള്ളം തന്നവനെ, ഒരു ചായ വാങ്ങി തന്നവനെ, ഒരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങി തന്നവനെ, ഒരു നേരത്തെ ഭക്ഷണം തന്നവനെ നീ മറന്നുപോയോ? അപ്പൊ ഈ സ്വർഗാവകാശി ചോദിക്കും, അത് നീയാണോ? എനിക്ക് ഓർമ്മയുണ്ട്, നീയാണോ? അതെ, ഞാനാണ്. അള്ളാനോട് ഒന്ന് പറ, എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. സുബ്ഹാനല്ലാഹ്. ഈ നരകാവകാശിയായ മനുഷ്യൻ ഭൂമി ലോകത്ത് വെച്ചൊരു ചായ വാങ്ങി കൊടുത്ത, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത ആ ഒരൊറ്റ കാരണം കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആലോചിച്ചു നോക്കിയേ. ഇത് സ്വഹീഹായ ഹദീസാണ്. ഇനിയിപ്പോ വേറെ എവിടെ ആര് പറഞ്ഞു നോക്കാൻ പോണ്ടത് സ്വഹീഹായ ഹദീസാ. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കോളി. ഉസ്താദുമാരോട് ചോദിച്ചു നോക്കി. മിഷ്കാത്ത് പള്ളി ദർസുകളിൽ ഇന്നും പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിനകത്ത് ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. എത്ര എത്ര നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണ്. സ്വർഗാവകാശിയായ മനുഷ്യൻ നരകാവകാശിയായ മനുഷ്യനെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഭൂമി ലോകത്ത് വെച്ച് ഒരു ചെറിയ ഒരു കപ്പ് ചായ വാങ്ങി കൊടുത്തത് കാരണമാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവിയോട് പറഞ്ഞത്, ആയിഷ ഒരു കാരക്കയുടെ ഒരു കീറ് കൊണ്ടെങ്കിലും മോളെ ആയിഷ നീ നരകത്തെ സൂക്ഷിക്കണേ, സ്വർഗത്തിലെ പോകണേ ആയിഷ.
സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു? ആരാണ് ഉമൈർ എന്നറിയോ? പരിശുദ്ധമായ മദീനത്തുൻ നബവിയിൽ നിന്ന് ഖലീഫ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ഹിംസ് എന്ന് പറയുന്ന നാട്ടിലെ ഗവർണറായി നിശ്ചയിച്ച മനുഷ്യനാ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ദിവസം ഖലീഫ ഉമർ തങ്ങൾ പറഞ്ഞു, ഉമൈറേ, നിന്റെ സ്റ്റേറ്റിൽ നിന്നുള്ള നികുതി ഇവിടെ കൊണ്ടുവരണം. സെൻട്രൽ ഗവൺമെന്റിന് അടക്കേണ്ട GST ആണ്, അതല്ലെങ്കിൽ നികുതിയാണ്. സഹോദരങ്ങളെ, അതിവിടെ കൊണ്ടുവരണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് ഉമർ തങ്ങളുടെ ശക്തമായ നിർദ്ദേശമാണ്. ഓരോ സ്റ്റേറ്റുകളിൽ അയക്കാറുണ്ട്. അങ്ങനെ ഹിംസിൽ നിന്ന് ഉമൈർ തങ്ങൾ കൊണ്ടുവന്നത് ഒരു ചെറിയ പണക്കിരി മാത്രമാണ്. ഉമർ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, ഉമൈറേ, എന്തേ ഇത്രയാണോ സെൻട്രൽ ഗവൺമെന്റിന് അടക്കേണ്ടത്? ആ സമയത്ത് ഉമർ തങ്ങളോട് ഉമൈർ പറഞ്ഞതെന്തെന്നറിയോ? യാ അമീറൽ മുഅ്മിനീൻ, എന്റെ നാട്ടുകാര് പട്ടിണി പാവങ്ങളാ, എല്ലാം അവിടെ ഞാൻ വിനിയോഗിച്ചു, അവിടെ ഞാൻ വീതം വെച്ചു കൊടുത്തു. ഇവിടെ കൊണ്ടുവരാനൊന്നുമില്ല. ഞാൻ എനിക്കുള്ളത് മിച്ചം പിടിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉമൈറിനോട് പറഞ്ഞു, എന്നാ തിരികെ നീ പൊക്കോ ഹിംസിലേക്ക്. ഉമൈർ തങ്ങൾ പറഞ്ഞു, ഇല്ല ഉമർ തങ്ങളെ, എനിക്കിന്നി ഗവർണർ സ്ഥാനം വേണ്ട, എനിക്കിന്നി ഭരണാധികാരം വേണ്ട, എനിക്കിന്നി വലിയ ഭരണസാരഥ്യം വേണ്ട. ഞാൻ ഇവിടെ റസൂലുള്ളാഹിന്റെ കൺവെട്ടത്ത് റൗളാ ശരീഫിന്റെ തിരുമുറ്റത്ത് ഞാൻ കിടന്നോളാ. അങ്ങനെ ഒരു ചെറിയ വീട്ടിൽ താമസം ആരംഭിച്ചു. ഒരു ദിവസം ഹാരിസ് എന്ന സഹാബിയെ ഉമർ തങ്ങൾ വിളിച്ചിട്ട് പറയുകയാണ്, ഹാരിസേ, ഉമൈറിനെ ഒന്ന് പരിശോധിച്ചാലോ, ഉമൈറിനെ ഒന്ന് പരിശോധിച്ചാലോ. ഉമൈറിനെ പരിശോധിക്കാൻ ഹാരിസ് എന്ന സഹാബിയെ തിരഞ്ഞെടുത്ത ഉമർ തങ്ങൾ ഒരു വലിയ പണക്കിഴി കൊടുത്തിട്ട് പറഞ്ഞു, 3 ദിവസം നീ ആ ഉമൈറിന്റെ വീട്ടിൽ തങ്ങുക. അദ്ദേഹത്തിന്റെ ചലനങ്ങൾ നോക്കിയിട്ട്, അദ്ദേഹത്തിന്റെ അനക്കമടക്കങ്ങൾ നോക്കിയിട്ട് ഈ പണക്കിഴി നീ കൊടുക്കണേ ഹാരിസേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം മാനിച്ചു ഉമൈർ തങ്ങൾ നേരെ ഈ മനുഷ്യന്റെ വീട്ടിൽ, ഹാരിസ് തങ്ങൾ ഉമൈറിന്റെ വീട്ടിൽ പോവുകയാ. 3 ദിവസം താമസിച്ചു. 3 ദിവസവും കഴിക്കാൻ കൊടുത്തത് ഒരു റൊട്ടിയാണ്. 3 ദിവസവും കഴിക്കാൻ കൊടുത്തത് ഒരേ ഒരു റൊട്ടിയാണ്. 3 നാൾ ഓരോ റൊട്ടി കിട്ടിയ മനുഷ്യന് ഈ ഹാരിസ് മനസ്സിനകത്ത് ചിന്തിച്ചു, എന്തേ ഉമൈർ ഇങ്ങനെയായി പോയി? ഞാൻ ഖലീഫയുടെ പ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് മാന്യമായ ഭക്ഷണം തന്നില്ലല്ലോ. മനസ്സിനകത്ത് 1000 ചിന്തകളോടെ ഇരിക്കുമ്പോ അയൽവാസിയായ ഒരു മനുഷ്യൻ വന്നിട്ട് ഉമൈർ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഹാരിസിനെ വിളിച്ചിറക്കി. എന്നിട്ട് ഹാരിസിനോട് പറഞ്ഞു, ഹാരിസേ, ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകളിൽ ഹാരിസേ, നിന്നെ പോലെ അക്രമി വേറെ ആരുമില്ല. എന്തായി പറയുന്നത്? എന്ത് അക്രമമാ ഞാൻ പ്രവർത്തിച്ചത്? ആ സമയത്ത് അയൽവാസി പറഞ്ഞതെന്തെന്നറിയോ? ഹാരിസേ, ഉമൈറിനെ നിനക്കറിയില്ല, എനിക്കറിയാ. ഉമൈറിന്റെ വീട്ടിൽ ഓരോ ദിവസം ഓരോ റൊട്ടി മാത്രമാണുള്ളത്. നീ താമസിച്ച 3 ദിവസവും നിനക്ക് ഓരോ റൊട്ടി തന്നല്ലോ. ആ ദിവസങ്ങളിലെ ഉമൈർ പട്ടിണിയാ കിടന്നത് ഹാരിസേ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ല. സന്തോഷം അലതല്ലുന്ന നിമിഷമാണോ ഇത്? ആനന്ദ തുന്തിലാകുന്ന സമയമാണോ ഇത്? പക്ഷേ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു ഹാരിസിന്റേത്. സന്തോഷത്തിന്റെ അശ്രുപേമാരികളല്ല, അനിയന്ത്രിതമായി ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ കണ്ണുനീർ ചാലിട്ടൊഴുകുകയാണ്. ഹാരിസ് എന്ന സഹാബിയ പണക്കിഴി ഉമൈർ തങ്ങൾക്ക് കൊടുത്തു. ഉമൈർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഹാരിസേ, ഖലീഫയോട് പറഞ്ഞേക്ക് എനിക്ക് വേണ്ട എന്ന്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തെന്ന് പറ. ഈ സമയത്ത് ഉമൈറിന്റെ ഭാര്യ വന്നിട്ട് പറയുന്നു, പ്രിയപ്പെട്ടവനെ, നമുക്കത് ആവശ്യമായ രീതിയിൽ വിനിയോഗിക്കാൻ വാങ്ങിക്കോ. നമുക്ക് ഖലീഫ തന്നതല്ലേ, അത് നമുക്ക് വേണ്ട നിലയിൽ നമുക്ക് ഉപയോഗിക്കാം, അത് വാങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഹാരിസിന്റെ കയ്യിൽ നിന്ന് ഉമൈർ അത് വാങ്ങി.
ശേഷം ഹാരിസ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ ചാരത്തെത്തുമ്പോ ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, ഹാരിസേ, ഈ പണം ആ ഉമൈർ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഹാരിസ് പറഞ്ഞു, തങ്ങളെ, സ്വന്തം കാര്യത്തിന് ചെലവ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉമർ തങ്ങളെ. അങ്ങനെ വിളിപ്പിച്ചു ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഹാരിസ് എന്നവരെ വിളിപ്പിച്ചു. ഉമൈറിനെ വിളിക്കാൻ പറഞ്ഞു. ഉമൈർ തങ്ങളെ കോടതിയിൽ ഹാജരാക്കി. മദീനത്തിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ വന്നു. മദീന പള്ളിക്കകത്ത് വന്നപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, ഉമൈറേ, നിനക്ക് തന്ന ഒരു പണക്കിടി നീ എന്ത് ചെയ്തു? ആ സമയത്താണ് ഉമൈർ തിരിച്ചു പറഞ്ഞത്, ഉമറേ, അമീറുൽ മോമിനീനെ, തന്ന സാധനം എന്ത് ചെയ്തെന്ന് ചോദിക്കുന്ന നല്ല സ്വഭാവമല്ലല്ലോ. എനിക്ക് നിങ്ങളെ വിശ്വസിച്ച് സന്തോഷത്തോടെ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് തന്നതാ. അത് നിങ്ങൾ ഞാൻ എന്ത് ചെയ്തെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല ഉമൈറേ, എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഉമൈർ പറഞ്ഞതെന്നറിയോ? ഞാനത് ചെലവ് ചെയ്തു. എവിടേക്ക് ചെലവ് ചെയ്തെന്നറിയോ? യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂ, സമ്പാദ്യവും സന്താനങ്ങളും ഉപകരിക്കാത്ത നാളെ പാരത്രിക ലോകത്തേക്ക് വേണ്ടി ഞാൻ വിനിയോഗിച്ചു ഉമർ തങ്ങളെ. ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഉമൈർ പറയുകയാ, കൊച്ചു കൊച്ചു പണക്കിടിയായി കെട്ടിയിട്ട് പാവപ്പെട്ടവന്റെ വീടുകളിൽ ഞങ്ങൾ കൊണ്ടു കൊടുത്തു ഉമർ തങ്ങളെ. ഉമർ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ഉമർ തങ്ങൾ പറഞ്ഞു, ഈ കാണുന്ന ഒട്ടകപ്പുറത്തിരിക്കുന്ന വസ്ത്രമല്ല, ഈ കാണുന്ന ഒട്ടകപ്പുറത്തിരിക്കുന്ന ഭക്ഷണമല്ല, അത് നിനക്കാണ് ഉമൈറേ, കൊണ്ടുപോക്കോ. 2 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്ന സ്വത്ത് വസ്ത്രമായി ഭക്ഷണമായി ഉമൈറിന് കൊടുത്തപ്പോൾ ഉമൈർ പറഞ്ഞതെന്തെന്നറിയോ? അല്ലയോ ഉമർ തങ്ങളെ, ഈ ഭക്ഷണം എനിക്ക് വേണ്ട. കാരണം ഇന്നത്തേക്ക് ഗോതമ്പ് വീട്ടിലുണ്ട്, നാളത്തേക്കില്ല. പക്ഷേ നാളെ പടച്ചവൻ എനിക്ക് എവിടെ നിന്നെങ്കിലും തരൂ. കാരണം ഇന്നഹു ഹയ്യുല്ല യമൂ, അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ്, മരിക്കൂലല്ലോ. എന്നും ശേഷിക്കുന്നവനാണ്, മരണമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എവിടെ നിന്നെങ്കിലും അവന് തരുമെന്ന് എനിക്കറിയാ. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട, പക്ഷേ വസ്ത്രമുണ്ടല്ലോ, അതിൽ നിന്ന് ആ ഒട്ടകം ചുമക്കുന്ന വസ്ത്രം എനിക്ക് വേണ്ട. അതിൽ നിന്ന് ഒരു തുണി എനിക്ക് വേണം ഉമർ തങ്ങളെ. എന്റെ ഭാര്യ ധരിക്കുന്ന വസ്ത്രം അങ്ങ് ദ്രവിച്ചു പോയി, കളർ പോയി, അതിലെല്ലാം നശിച്ചു പോകാറായി, നൂലുകൾ നശിച്ചു പോകാറായി ഉമർ തങ്ങളെ. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു തുണി എനിക്ക് വേണമെന്ന് പറഞ്ഞ് ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് കുടിക്കുമ്പോൾ മഹാനായ ഉമൈർ തങ്ങൾ മറ്റുള്ളവന് മാറ്റിവെക്കുന്ന സ്വഭാവത്തിന്റെ ഉടമയാ. അവരാണ് മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് വന്നവർ. കാരണം അവർക്ക് അതിനുള്ള 3ാമത്തെ ക്വാളിഫിക്കേഷൻ ഉണ്ട്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് ചെലവ് ചെയ്യുക. പൈതൃക സ്വത്തായി കിട്ടിയതല്ല. നമ്മളാണെങ്കിലും പഞ്ചായത്തിൽ പോയിട്ട് പറയും BPL ആക്കി തരാം, പള്ളിയിൽ വന്നിട്ട് ദ്വാരക്കും APL ആക്കാൻ. പഞ്ചായത്തിൽ പോയിട്ട് പറയുന്നത് എന്താ? എനിക്ക് ദാരിദ്ര്യരേഖയുടെ താഴെ ആക്കി തരണം. അള്ളാഹുവിനടുത്ത് പറയുന്നത് എന്താ? എനിക്ക് ഇഷ്ടം പോലെ സമ്പത്ത് താ അല്ലാഹ്. ഇത് ഏതാ അല്ലാഹ് സ്വീകരിക്കുക? ഇതിൽ ഏത് പടച്ചോ സ്വീകരിക്കും? എന്റെ സഹോദരങ്ങളെ, നമുക്ക് സമ്പത്ത് എത്ര ഉണ്ടാക്കണം, അതാ നമ്മുടെ ചിന്ത, അല്ലേ? വേറെ ഒന്നും നമുക്ക് ചിന്തയില്ല. അതിന്റെ മുമ്പിൽ നമുക്ക് വേറെ ഒരു ലക്ഷ്യങ്ങളും വേറെയില്ല. എല്ലാവരും പണത്തിന് വേണ്ടിയാണ്, എല്ലാവരും സമ്പത്തിനു വേണ്ടിയാണ്, പ്രശസ്തിക്ക് വേണ്ടിയാണ്. ഇതൊക്കെയല്ലേ ലോകത്ത് നടക്കുന്നത്. അത് മറ്റുള്ളവന് വീതിച്ചു കൊടുക്കാൻ, മറ്റുള്ളവന് ധർമ്മം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, നമ്മൾ ഓട്ടോമാറ്റിക്കായി മനുഷ്യത്വത്തിലേക്ക് വരും. അള്ളാഹു മനുഷ്യത്വം തരട്ടെ, മനുഷ്യത്വം തരട്ടെ. ചില ആളുകൾ ഒരു സ്ഥലത്ത് സക്കാത്തിനെ പറ്റി പ്രസംഗിച്ചപ്പോ അവിടുത്തെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണല്ലോ, എല്ലാവരും ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ. സദ്ദാമിന് നന്നായിട്ട് അറിയാം. സദ്ദാം ഇസ്ലാമിക് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്കില് ഒരു പേജ് തുടങ്ങിയിട്ട് അതിലൂടെ എല്ലാ ദിവസവും പല പല ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ ഇടാറുണ്ട്. അങ്ങനെ ഇടുമ്പോൾ അതിലുള്ള കമന്റുകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്ത് പറഞ്ഞാലും അള്ളാഹു ഉണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ, ഇത്ര പറഞ്ഞാലും വേറെ വിവാദമൊന്നും പറയണ്ട. അപ്പൊ വേറെ ഒന്നും പറയാൻ കിട്ടില്ല. ചോദിക്കും അള്ളാഹു ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടെ? ഇയാൾ പറഞ്ഞാലും അറിയാവുള്ളൂ, അതാണ് ചോദ്യം. എന്തെങ്കിലും പറയണം, എന്തെങ്കിലും പറയണം. എന്റെ സഹോദരങ്ങളെ, നന്മകൾക്ക് കൂടെ നിൽക്കും.
തെറ്റ് കാണുമ്പോ എതിർക്ക്, തെറ്റ് കാണുമ്പോ തെറ്റാണെന്ന് പറയും, നന്മ കാണുമ്പോ നന്മയാണെന്ന് പറയും. ഇല്ലേ? അള്ളാഹു 1000 തെറ്റ് ചെയ്തിട്ട് ഒരു നന്മ ചെയ്താൽ അള്ളാഹു നമ്മൾ എന്ത് ചെയ്യും? ഈ 1000 തെറ്റ് അള്ളാഹ് മാപ്പാക്കും. ഒരു നന്മ കൊണ്ട് 1000 തെറ്റ് അള്ളാഹ് മാപ്പാക്കും. മനുഷ്യരോ നമ്മളോ ഞാനും നിങ്ങളോ 1000 നന്മ ചെയ്ത് ശേഷം കൂട്ടത്തിൽ ഒരു തെറ്റ് ചെയ്താൽ ഈ 1000 നന്മ അങ്ങ് മറക്കും. അതാണ് അള്ളാഹു നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു നമുക്ക് നന്നാകാനുള്ള ഭാഗ്യം തരട്ടെ. ഒരു പുതിയ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നതൊന്നുമല്ല, വലിയ പാടാ പ്രസംഗിക്കാൻ, വലിയ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ പറയാൻ. അള്ളാഹു ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ, പാവപ്പെട്ടവന് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയണം, മനുഷ്യത്വം നമുക്ക് കാണിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പടച്ചോ നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാം, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഗുണകരമായത് ചെയ്യാൻ നമുക്ക് കഴിയണം. എന്തെങ്കിലും പച്ചക്കരളുള്ള മനുഷ്യർക്ക്, പച്ചക്കരളുള്ള ജീവികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയണം. നിങ്ങളെ നിസ്സാരമായി തള്ളുന്ന ഒരു കാര്യം ഞാൻ പറയാം. നരകത്തിലെ ഹബീബായ നബിതങ്ങൾ മേറാജിന്റെ യാത്രയിൽ കണ്ടു. ഇപ്പോ നരകത്തിൽ കണ്ടു, സ്ത്രീകളെ കണ്ടു എന്നൊക്കെ പറഞ്ഞ നാളെ ചാനൽ ഇതായിരിക്കും, പെണ്ണുങ്ങളെ നരകത്തിൽ പോകുള്ളൂ എന്ന് ചോദിച്ചിട്ട്. ഞങ്ങളുടെ ഹബീബ് പറഞ്ഞതിനപ്പുറം ഇനി ചാനലുകാരെ പേടിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, ഒരു വിഭാഗം സ്ത്രീകളെ ഞാൻ കണ്ടു. ആ സ്ത്രീകളുടെ ശിക്ഷ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, പൂച്ചയുണ്ടല്ലോ, പൂച്ച, ആ പൂച്ച അവരുടെ മുഖം, അവരുടെ ശരീരമാസകലം മാന്തി പറിക്കുന്നു. ഈ ഒരു ശിക്ഷ ഞാൻ കണ്ടു മേറാജിന്റെ യാത്രയിൽ. എന്താ കാര്യം? ഈ പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുത്തില്ല. മുസ്ലിമിന് കൊടുക്കാത്തല്ല, മുസ്ലിയാരിക്ക് കൊടുക്കാത്തല്ല, തങ്ങൾക്ക് കൊടുക്കാത്തല്ല, മനുഷ്യന് കൊടുക്കാത്തല്ല, മൃഗങ്ങൾക്ക് കൊടുക്കാത്തത് അല്ലെ, പൂച്ചയ്ക്ക് കൊടുക്കാത്തത്. കെട്ടിയിട്ട് അതിന് ശാപ്പാട് കൊടുത്തില്ല. അതിന്റെ പേരിൽ ആ പെണ്ണ് നരകത്തിലായി. ഈ പെണ്ണ് ആരായിരുന്നു? സ്വാലിഹത്തായി. ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു. ഈ ഒരു തെറ്റിന്റെ പേരിൽ നരകത്തിൽ പോയി. അതേസമയം നാട്ടിലെ ഏറ്റവും വലിയ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന പെണ്ണ്, അഭിസാരിക, ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണ്, അവള് മദീനയുടെ പ്രാന്തപ്രദേശത്തൂടെ നടന്നു വരുമ്പോഴാണ് ഒരു നായ കിണറിന്റെ 4 ഭാഗത്ത് വട്ടമിട്ട് നടക്കുകയാണ്. നായ തൊട്ട 7 വെള്ളം കഴുകണം, 1 വെള്ളം മണ്ണ് കൊണ്ട് കഴുകണം. ആ നായ ആ കിണറിന്റെ 4 ഭാഗത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വട്ടമിട്ട് നടക്കുന്ന. മനസ്സിലായി, ദാഹം കൊണ്ടാണ്. അവള് ധരിച്ചിരുന്ന അവളുടെ തട്ടത്തിനെ വലിച്ചു കീറിയിട്ട് കയറാക്കി, അവളുടെ ഷൂസ്, അവളുടെ ചെരുപ്പ് അവൾ ഒരു ബക്കറ്റാക്കി, എന്നിട്ട് നേരെ ഇറക്കി കിണറിൽ കുറച്ച് വെള്ളം കോരിയിട്ട് നായയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. ഈ വേശ്യ പെണ്ണ് സ്വർഗത്തിലായി. മറ്റേ സുജൂദി കിടന്ന് കരഞ്ഞ പെണ്ണോ പൂച്ച കെട്ടിയിട്ട് വെള്ളം കൊടുക്കാതിരുന്നപ്പോ നരകത്തിലും പോയി. മനുഷ്യന് ചാപ്പാട് കൊടുക്കാത്ത കാര്യം അവിടെ കിടക്കട്ടെ. അതുകൊണ്ട് ഏത് കാര്യമാണെങ്കിലും സഹോദരങ്ങളെ, ഒരു സ്ഥലത്ത് സക്കാത്തിന്, അതാ ഞാൻ പറഞ്ഞ മാറിപ്പോയി, സക്കാത്തിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഞാൻ പാവങ്ങൾക്ക് എന്തിനു കൊടുക്കണം? എടാ, എനിക്ക് പൈസ നല്ലല്ലേ, അവന് കൊടുക്കാത്ത അല്ലല്ലേ, അവന് കൊടുക്കണമെന്ന് അല്ലാഹ് അറിയാലോ. എന്നിട്ട് അല്ലാഹ് അവന് കൊടുത്തോ? ഇല്ല. പിന്നെ എന്തിനു ഞാൻ കൊടുക്കണം അവന്? എന്തൊരു ചോദ്യമാണ്. എനിക്ക് തന്നതും അല്ല, അവന് കൊടുക്കാത്തതും അല്ല. എനിക്ക് തരണമെന്ന് അല്ലാഹ്ക്കറിയാം, അവനും കൊടുക്കണമെന്ന് അല്ലാഹ്ക്കറിയാം. എന്നിട്ട് എനിക്ക് മാത്രം തന്ന അവൻ അല്ല കൊടുത്തില്ല, പിന്നെ അവൻ എന്തിനു ഞാൻ കൊടുക്കണമെന്നാ ചിലർ ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനാണ് അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾക്ക് തന്നത് അല്ലാഹുവാണ്, അത് അങ്ങോട്ട് കൊടുത്തേക്ക്. എല്ലാം കൂടെ കൊടുത്തിട്ട് നിങ്ങളും മക്കളും കൂടെ തെണ്ട നടക്കണമെന്നല്ല. സഅദ് റളിയല്ലാഹു തആല അൻഹു അവസാനിപ്പിക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കൊരു മകളെ ഉള്ളു നബിയേ. പിന്നീട് ഈ പറയുന്ന സമയത്താണ് ഒരു മോള്, അതിനുശേഷം വേറെ മക്കളുണ്ടായെന്ന് ചരിത്രം പറയുന്നുണ്ട്. എനിക്കാണെങ്കിലോ ധാരാളം സ്വത്തുണ്ടല്ലോ നബിയേ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് എന്റെ സ്വത്തിലും 2/3 ഞാൻ അങ്ങ് ദാനധർമ്മം ചെയ്യട്ടെ. നബി തങ്ങൾ പറഞ്ഞു, വേണ്ട സൈഡ്, എന്ന പകുതി ചെയ്യട്ടെ നബിയേ. വേണ്ട സൈഡ്, എന്നാലും 1/3 മാത്രം ഞാൻ ചെയ്തോട്ടെ. എന്നാ ആയിക്കോട്ടെ സൈഡ്. ശേഷം നബി
നബിതങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ? നിന്റെ ഭാര്യയും നിന്റെ പൊന്നാര മക്കളും ആളുകളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്ന അവസ്ഥയിൽ നീ മരിക്കുന്നതിനേക്കാ നല്ലത് അവരും നന്നായിട്ട് നിന്റെ സ്വത്തിന്റെ ബാക്കി കൊണ്ട് അനന്തരം കൊണ്ട് അവര് സുഭിക്ഷതയിൽ കഴിയലാണ് സൈദേ നല്ലത്. എല്ലാ പള്ളിക്ക് കൊടുക്കണമെന്നല്ല, എല്ലാ ബൈത്തുൽ മാലിന് കൊടുക്കണമെന്നല്ല, എല്ലാ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നിന്റെ മക്കളെയും പിടിച്ചുകൊണ്ട് നാളെ ബസ് സ്റ്റാൻഡുകളിൽ യാചിക്കണമെന്നല്ല പറയുന്നത്. ഒരിക്കലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ എന്റെ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് നമ്മൾ കൊടുക്കണേ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം നൽകിയതിൽ നിന്ന് ചെലവ് ചെയ്യുന്നവരാണ്. എത്രയായി? 3 കാര്യം. 3ആയി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇനി 4-മത്തേത്, والذين يؤمنون بما أنزل إليك وما أنزل من قبلك. നബിയെ, അങ്ങയ്ക്കും അങ്ങയുടെ മുൻഗാമികളായ പ്രവാചകന്മാർക്കും അല്ലാഹു തന്നതിൽ വിശ്വസിക്കുന്നവരാണ്. ഖുർആൻ വിശ്വസിക്കണം. ഇത് കലാമാണെന്ന് വിശ്വസിക്കണം. അല്ലേ? ചില വസ്ത്രധാരണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോ, തൊലാഖിന്റെ വിഷയം പറയുമ്പോ, അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോ എന്താ പറയുന്നത്? ഖുർആന്റെ നിയമമൊന്നും അല്ലാതെ അത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഇതാരാ യവൻ വലിയ റഈസുൽ മുഫസ്സിരീനായി പറയുന്നു? വെറുതെ പറയല്ലേ. ഖുർആൻ തൊട്ട് കളിക്കരുത് സഹോദരങ്ങളെ. ഖുർആൻ തീക്കട്ടയെടുക്കുന്ന മാതിരി ഖുർആൻ നമ്മൾ കാണണം. തീക്കട്ടയെടുക്കും പോലെ വല്ലാതെ പൊള്ളിപ്പോ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ. ഖുർആനെ കൊണ്ട് ആര് കളിക്കുവോ അള്ളാഹു പാഠം പഠിപ്പിക്കും. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. സഹോദരങ്ങളെ, അവസാനമായി അള്ളാഹ് പറയുന്നു 5-മതായിട്ട് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആഖിറത്തെ കൊണ്ട് ഉറപ്പിച്ച്, ആഖിറത്തെ കൊണ്ട് വിശ്വാസം ഉറപ്പിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലണം എന്ന രീതിയിൽ ഇവിടെ ജീവിക്കാൻ ആർക്ക് തയ്യാറാവും? ഈ 5 കാര്യങ്ങൾ ആര് ചെയ്യും? 1, അള്ളാഹു നമ്മൾ കണ്ണി കാണാത്തത് വിശ്വസിക്കുക. അതാണ് എല്ലാ വിശ്വാസ കാര്യങ്ങളും. 2, നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നവരാകുക, നിസ്കാരം പോലുള്ള കർമ്മങ്ങൾ. 3, നമുക്ക് തന്നതിൽ നിന്ന് നമ്മൾ ചെലവ് ചെയ്യുക. 4, വിശുദ്ധ ഖുർആനും മറ്റ് ഗ്രന്ഥങ്ങളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കുക. 5, നാളെ ഇതെല്ലാം ഉപേക്ഷിച്ച് പരലോകത്തേക്ക് പോകുമെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവുക. ഈ 5 കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ പേരാണ് മുത്തഖി. നമ്മുടെ പേരാണ് മുത്തഖി. ഈ മുത്തഖിയായ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ ഖുർആൻ ദിശാബോധം നൽകുകയാണ്, വെളിച്ചം നൽകുകയാണ്. ആ വിഭാഗമാണ് മൃഗത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് എത്തിച്ചേരുന്നവർ. അവരാണ് ധാർമ്മികമായി ജീവിക്കുന്നവർ. നാളെയുടെ ഒരു വിഭാഗം ചെറുപ്പക്കാര്, നാളത്തെ ഭാവിയുടെ തലമുറ, നാളത്തെ ഒരു വിഭാഗം ചെറുപ്പക്കാര്, നാളത്തെ നമ്മുടെ ഭാവിയുടെ മക്കൾ, അത് ഈ ഒരു അവസ്ഥയിലേക്ക് വരാത്തിടത്തോളം കാലം ഓക്കിയല്ല, സുനാമിയല്ല, പ്രളയമല്ല, ഏതും അള്ളാഹുവിന്റെ പരീക്ഷണം ഒരു മുത്തിന്റെ, ഒരു മാലയുടെ ഒരു മുത്ത് പൊട്ടിയിട്ട് അതിന്റെ പുറകെ ഒന്നൊന്നായി മുത്തുമണികൾ വരുന്നത് പോലെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിടിച്ചു നിർത്താനും പിടിച്ചു നിൽക്കാനും നമുക്ക് കഴിയാതെ വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കട്ടെ.